ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളോട് ഇന്നുള്ള രണ്ട് ബുള്ളറ്റാണ്, ഒന്ന് പുതിയ മോഡലും ഒന്ന് പഴയ മോഡലും. അതായത് നമുക്കിതിനകത്ത് ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആവുമല്ലോ, അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ. നമ്മളോട് ഉള്ളത് ക്ലാസിക് 350 അതുപോലെ മീറ്റിയോർ 350 ആണ്. രണ്ടും രണ്ട് സെഗ്മെൻ്റാണ്. നമ്മളെന്നാലും ഒന്ന് കമ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മളോട് ഉള്ള മീറ്റിയോർ 350 ക്ലാസിക് 350 ആണ്. രണ്ട് വണ്ടിയുടെ ഒരു സ്പെക്ക് നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു പോകാം. ഹെഡ്ലൈറ്റ് വരുന്ന 60-65 വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് വണ്ടി. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതേ തന്നെ ABSും വരുന്നുണ്ട്. ഡ്യുവൽ ചാനലല്ല, സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. സൈഡ് വീലോട്ട് വരുമ്പോൾ അത്യാവശ്യം ടാങ്കിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ് കാര്യങ്ങളാണ്. അതേ തന്നെ റോയൽ എൻഫീൽഡിൽ നിന്നൊരു ക്രോമി ഒരു എഴുത്തൊക്കെ വരുന്നത് കാണാൻ അത്യാവശ്യം മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുതിയതായി കുറച്ചും കൂടെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്ത് വരുമ്പോൾ നമുക്ക് മീറ്ററും കാര്യങ്ങളായിട്ട് മെയിനായിട്ട് മാറ്റം വന്നേക്കുന്നത്. പുതിയത് വരുമ്പോൾ നമുക്കൊരു ഡിജിറ്റൽ മീറ്ററും സൈഡിൽ വേറൊരു അനലോഗും കൂടെ കാണാം അറിയുന്നുള്ളത്. ഇതേ നമുക്ക് കുറച്ചുകൂടെ ബ്ലൂടൂത്ത് ഇൻപുറ്റും മാപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ചുകൂടെ കണക്ടിവിറ്റി ഫീച്ചറൊക്കെ കൂടുതലാണ്. അതുപോലെ ABSും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ കേജും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചിലോട്ട് വരുമ്പോഴാണെങ്കിൽ തന്നെ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് പുതിയ വണ്ടി ഒരു നടുക്കൊരു 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ഇതാണ് നമ്മളെ പുതിയ വണ്ടിയുടെയും പഴയ വണ്ടിയുടെയും സൈഡ് വ്യൂ വരുന്നത്. പുതിയ വണ്ടി വരുമ്പോൾ നമുക്ക് ടാങ്ക് ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ആണ്, അത്യാവശ്യം മനോഹരമായിട്ടുണ്ട്. പഴയ വണ്ടിയിൽ നമുക്ക് റോയൽ എൻഫീൽഡിൽ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എഞ്ചിനിലോട്ട് വരുമ്പോൾ പുതിയ വണ്ടിയെ കുറച്ച് ബ്ലാക്ക് കളറൊക്കെ കൂടിയിട്ടുണ്ട് എഞ്ചിനിൽ. അത് അത്യാവശ്യം വണ്ടിയുടെ ഒരു കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പഴയ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റീൽ കളറിലാണ് വരുന്നത്. ക്രോം ഫിനിഷാണ് വണ്ടിയെ കൂടുതലും വരുന്നത്. അതുപോലെ രണ്ടും ഡ്യുവൽ സീറ്റാണ് വരുന്നത്. പുതിയതിലും നമുക്ക് ഡ്യുവൽ സീറ്റാണ് വരുന്നത്. ഡ്യുവൽ സീറ്റ് കാണാൻ കുറച്ചും കൂടെ മനോഹരമാണ്. പിന്നെ ഇത് മീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്രൂയിസിംഗ് ബൈക്കാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ യാത്രാസുഖവും കാര്യങ്ങളൊക്കെ മീറ്റർ ആയിരിക്കും. അതുപോലെ സൈലൻസർ വരുമ്പം ഇതേ വരുന്നതിൻ്റെ നോർമൽ സൈലൻസറാണ് എന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ രീതിയിലുള്ള സൈലൻസറാണ്. ഇതാണ് ബാക്കിൽ നിന്ന് വരുന്നൊരു വ്യൂ വരുന്നത്. ബാക്കിൽ നിന്ന് ഒരു മീറ്റർ ആയതുകൊണ്ട് വലിയ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും വരുന്നുള്ളൂ. ക്ലാസിക്കലും അതുപോലെ തന്നെയാണ്. പുതിയ വണ്ടിയാണോ അതോ ഇഷ്ടപ്പെട്ടത് പഴയ വണ്ടിയാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതിൻ്റെ അത് എല്ലാവരും ജസ്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ എല്ലാവരുടെയും ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വശങ്ങൾ ഇടുക. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അനുഭവങ്ങളും കാര്യങ്ങളും പങ്കുവെക്കാം. അന്നേരം കമൻറ്റ് ചെയ്താൽ നമുക്ക് അന്നേരം കോമൺ ആയിട്ടുള്ളതൊക്കെ ഏകദേശം മനസ്സിലാവുമല്ലോ. അതുപോലെ ഇതിലും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 2000 കിലോമീറ്റർ കൂടുമ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക ചെയിനൊന്ന്. അതുപോലെ ലൂബും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക. അന്നേരം പുതിയതിലും ഏതാണെങ്കിലും നമുക്ക് ചെയിൻ ലൈഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതൽ കിട്ടും. മെയിനായിട്ട് ബുള്ളറ്റ് നമുക്ക് വരുന്നൊരു ചെയിൻ്റെ വിഷയമാണ്. ചെയിൻ സോക്കറ്റ് അത് കറക്റ്റായിട്ടൊരു ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ലൂബും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ലൈഫും കാര്യങ്ങളൊക്കെ കൂടിക്കോളും. അതുപോലെ തന്നെ ടയർ ലൈഫ് രണ്ട് വണ്ടിയിലും കിട്ടാൻ വേണ്ടി എയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. എയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ടയർ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ പുതിയ വണ്ടി വരും നമുക്ക് അലോയാണ് വരുന്നത്, സ്റ്റോക്ക് അലോയാണ്. മീറ്റർ തന്നെ നമുക്ക് ഫ്യൂവൽ കേജും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു കണക്ടിവിറ്റിയുടെ മറ്റേ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാവുന്ന ഒരു കണക്ടിവിറ്റിയും നമുക്ക് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലൊരു പുതിയ ഒരു കുഞ്ഞ് മീറ്ററും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ വരുന്ന ബാർ ഹാൻഡിലാണ്. അതുപോലെ തന്നെ ബാർ ഹാൻഡിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിനിലോട്ട് വരുമ്പോൾ ഇത് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിനാണ്. ഇത് അത്യാവശ്യം റിഫൈൻഡ് എഞ്ചിനാണ്. അതുപോലെ തന്നെ ചേസ് വരുന്നത് ഡ്യുവൽ ചേസ് ആണ് വരുന്നത്. 2 കമ്പിയാണ് വരുന്നത്. നേരത്തെ ഒറ്റ കമ്പിയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് ക്രൂയിസർ ബൈക്കാണ്. നമുക്ക് നമ്മളെ റൈഡിങ് ഒക്കെ അത്യാവശ്യം ഫ്രണ്ടോട്ട് കയറിയിരുന്നതാണ്. അതുപോലെ സൈഡിലോട്ട് ഒരു മീറ്റിയോർ 350 എന്നൊരു എഴുത്ത് കാണാം. അത് ജസ്റ്റ് ഒരു സ്റ്റിക്കറാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം മനോഹരമായിട്ടുണ്ട്. അതുപോലെ ബൈക്കിലെ ഷോക്ക് ഓഫ്സറും അത്യാവശ്യം നല്ല ഷോക്ക് ഓഫ്സറാണ്. നമുക്ക് അത്യാവശ്യം യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലോട്ട് വരുമ്പം ഒരു ബ്രേക്ക് ലൈറ്റ് കാണാം. വലിയ ഇത് ക്രൂയിസിംഗ് ബൈക്ക് ആയതുകൊണ്ടാണ് വലിയ ഒത്തിരി ആഡംബരമായ രീതിയിലൊന്നുമില്ല, അത്യാവശ്യം ഉള്ളത് വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബാക്ക് റെസ്റ്റും സീറ്റിന് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കാണാം. ഇപ്പോൾ പുറകെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇത് മെയിനായിട്ടുള്ളതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയിൻ സോക്കറ്റും കാര്യങ്ങളുമാണ്. അത്യാവശ്യം
ചെയിൻ ലൂബ് ചെയ്യുക, ഒരു ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ലൂബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു 10,000-1500 ഓടുമ്പോൾ ക്ലീൻ ചെയ്യുകയും ചെയ്യുക. അത് നമുക്ക് അത്യാവശ്യം ചെയിൻ സോക്കറ്റൊക്കെ അത്യാവശ്യം ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. കൈ ഉണ്ടെന്ന് എത്ര കാണിച്ചാൽ ക്ലാസിക് 350 വരെ നമുക്ക് സിംഗിൾ ചേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഈ ചേസും എഞ്ചിനും. അതുപോലെ തന്നെ ഇത് പഴയ എഞ്ചിനാണ്, ഇതിലും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് എഞ്ചിനാണ് പുതിയ വണ്ടി വന്നേക്കുന്നത് ഇവരുടെ. അത്യാവശ്യം യാത്രാസുഖവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റോറാണ് കുറച്ചുകൂടെ യാത്രാസുഖവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പുതിയ വണ്ടി കുറച്ചുകൂടെ സെൻസറും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പഴയ വണ്ടിയിൽ നമുക്ക് അത്ര സെൻസറും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് പഴയ വണ്ടിക്ക് ഉണ്ട്. അതുപോലെ തന്നെ പഴയ വണ്ടി വരുമ്പം അനലോഗ് വരുന്ന സാധാ ഡിജിറ്റൽ അനലോഗാണ് വരുന്നത്. ഡിജിറ്റൽ സാധാ അനലോഗാണ് വരുന്നത്. മീറ്റർ അനലോഗുകൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് എന്നൊക്കെയാണ് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അന്നേരം കോമൺ ആയിട്ടുള്ളതൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം.